ഈ സങ്കീർത്തനം ഹല്ലേലൂയ ഒരുപാട് നല്ല വാക്യങ്ങൾ, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി നല്ല വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. അത് പറഞ്ഞ് ഒത്തിരി സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനം മുഴുവൻ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ പോലെ വേറെ ആരുമില്ലാത്ത ഒരനുഭവം. ദൈവമാണ് സകലത്തിൻ്റെയും ആധിപത്യം. ദൈവം മാത്രമാണ് എല്ലാത്തിൻ്റെയും അധിപതി. ദൈവം മാത്രമാണ് ഹല്ലേലൂയ എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നത്. 15 വിധത്തിലുള്ള കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിടുതൽ നൽകുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തി നമ്മൾക്ക് നൽകുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. ദേവന്മാരുമായി താരതമ്യം ചെയ്ത് നോക്കിയാലും ഹല്ലേലൂയ നമ്മുടെ ദൈവമാണ് അതിന് മുകളിൽ നിൽക്കുന്നത്. വിശുദ്ധിയിൽ നോക്കിയാൽ ദൈവമാണ് അതിന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഉറപ്പിലും മഹിമയിലും നോക്കിയാലും ദൈവമാണ് ഏറ്റവും മുകളിൽ. നിയമവും ദൈവം പരിപാലിക്കുന്ന കാര്യത്തിൽ നോക്കിയാലും നമ്മുടെ യഹോവയാകുന്ന ദൈവമാണ് ഏറ്റവും മുകളിൽ. നീതിയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നോക്കിയാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നോക്കിയാൽ, ദൈവത്തിൻ്റെ പവറിൽ നോക്കിയാൽ, അല്ലെങ്കിൽ അധികാരത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ദൈവം ക്രമീകരിക്കുന്ന കാര്യങ്ങളിൽ നോക്കിയാൽ, ഹല്ലേലൂയ ജാതികളുടെ മേലുള്ള അധികാരത്തെ നോക്കിയാലും, അല്ലെങ്കിൽ ക്ഷമയിൽ നോക്കിയാൽ പോലും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആരാ? യഹോവയാകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഗുണങ്ങളുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഭയയാചന കഴിക്കുകയാണ്, രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ ദാവീദ് എന്താ സംഭവിച്ചു കിടക്കുന്നത്? ഹീസ് ഇൻ ബിഗ് ട്രബിൾ. എന്തോ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് ദാവീദ്. സങ്കീർത്തനത്തിലെ ഹെഡിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പക്ഷേ ചിന്തകന്മാർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗല് ഹല്ലേലൂയ ദാവീദിനെ പിടിച്ച് ആക്രമിച്ച് കൊല്ലുവാനായിട്ട് നോക്കുകയാണ്, ശൗലും അവൻ്റെ സൈന്യവും. അപ്പോൾ ദാവീദ് എവിടെയാ? ഗുഹകളിലും വനാന്തരങ്ങളിലും ഒക്കെ ആയിട്ട് ദാവീദ് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതാകുന്ന സമയത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥകളുണ്ട്. ഒരു മനുഷ്യൻ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ നോക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാകുന്ന വേദന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ വന്നതാകുന്ന അനുഭവം ഒന്ന് ഓർത്തു നോക്കണം. ഒരു മനുഷ്യനെ ഒരു വേട്ടമൃഗത്തെ പോലെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ശൗലും ശൗലിൻ്റെ സൈന്യവും ദാവീദിന്റെ പിറകെ നടക്കുകയാണ്. അപ്പോൾ അവൻ അനുഭവിക്കുന്നതാകുന്ന വേദന, അവൻ അനുഭവിക്കുന്നതാകുന്ന ഭാരം, വ്യഥ, ദുഃഖം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അത് നമുക്ക് വർണ്ണിക്കുവാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കണമേ, ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതിനെക്കാട്ടിലും അപ്പുറമാകുന്ന വേദനകൾ അല്ലെങ്കിൽ വ്യഥകൾ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ഇതിൻ്റെയൊക്കെയും മുകളിൽ നിൽക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ എന്ത് ലഭിക്കുമെന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കുന്നത്? വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിടുതൽ ഹല്ലേലൂയ ആ മനുഷ്യൻ ലഭിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. നോക്കണമേ, ഹല്ലേലൂയ അഫീദേബലിനെ നമുക്കറിയാം, അബ്സാലോമിനെ അറിയാം. ദാവീദിന്റെ മകനും സൈന്യാധിപനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ദാവീദിനെ ഹല്ലേലൂയ രാജസിംഹാസനത്തിൽ നിന്നും ഇറക്കാൻ നോക്കുമ്പോൾ ഒരു രാജാവിനുണ്ടാകുന്ന വ്യഥ അല്ലെങ്കിൽ ദുഃഖം, അവൻ അനുഭവിക്കുന്ന കഷ്ടം, അതും ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾക്ക് ഹല്ലേലൂയ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റും. ഈ രണ്ട് അനുഭവത്തിലൂടെ ഏതെങ്കിലും ഒരനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അങ്ങനെ ഹല്ലേലൂയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സകലത്തിനെ മുകളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യത്തിലും കാണുവാൻ കഴിയും. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, എന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ എനിക്ക് പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണം. അപ്പോൾ ജീവിതത്തിൽ സഹായം അറ്റുപോകുന്ന അവസ്ഥകളിൽ
നമ്മെ സഹായിക്കുവാനായിട്ട് ആരുണ്ട്? ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മൾ അനുഭവിക്കുന്നതാകുന്ന വ്യഥകൾ, അനുഭവിക്കുന്നതാകുന്ന കഷ്ടങ്ങൾ, അല്ലെങ്കിൽ കടന്നു പോകുവാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ പറ്റാത്തതാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ സഹായിക്കുവാനായിട്ട് ഒരുവൻ ഉള്ളത്, അത് ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദാവീദ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ദാവീദിന് മനസ്സിലാവുന്നു. ദൈവം സഹായത്തിനായിട്ട് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? ശത്രുവിൻ്റെ കൂടെയല്ല, തന്നെ സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യരുടെ കൂടെയല്ല, മറിച്ച് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാണ് അവൻ നിൽക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? അതാണ് ഹല്ലേലൂയ പോയിന്റ് കിടക്കുന്നത്. അവിടെയാണ് കാര്യം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, നമ്മൾ ജീവിതത്തിൽ ഏത് കഷ്ടതയിലൂടെ കടന്നുപോയാലും ഒരു കാര്യം ദൈവവൈദ്യന് ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ നിൽക്കുന്നത് ഹല്ലേലൂയ ആരുടെ കൂടെയാ? ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ഹല്ലേലൂയ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. റോമർ 5:2 ഒന്ന് വായിക്കാം. ആമേൻ. ആമേൻ. മതി. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുവാ? നാം നിൽക്കുന്നത് എവിടെയാ? പ്രൈസ് ഹല്ലേലൂയ. നാം നിൽക്കുന്നത് സകലത്തെയും പണിയുന്ന, സകലത്തെയും തകർക്കുന്ന, പ്രൈസ് ഹല്ലേലൂയ, സകലത്തെയും സൃഷ്ടിച്ചവനാകുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ മറന്നു പോകരുത്, പ്രൈസ് ഹല്ലേലൂയ, മറുവശത്ത് ഒരുവൻ നിപ്പുണ്ട്. എന്തുവാ? ഒരു ശത്രു. പ്രൈസ് ഹല്ലേലൂയ. നാം നിൽക്കുന്നത് സകലത്തെയും പണിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ, നാം നിൽക്കുന്ന പണിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മറന്നു പോകരുത്, അതിനെ തകർക്കുവാൻ പദ്ധതിയിടുന്ന ഒരു പിശാചിന്റെ മുമ്പിലും കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ദാവീദിനൊരു കാര്യം മനസ്സിലായി. പ്രൈസ് ഹല്ലേലൂയ. ദാവീദ് നിൽക്കുന്നത് ദൈവത്തിന്റെ കൂടെയാണെങ്കിലും അവനെ തകർക്കുവാൻ നിൽക്കുന്ന ഒരു ശത്രുവും അവന്റെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. നാം എവിടെയാ നിൽക്കുന്നത്? നാം ആരുടെ കൂടെയാ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നു, ആരുടെ കൂടെ നിൽക്കുന്നു, അവിടെയാണ് വിജയം. പ്രൈസ് ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാം ആരുടെ കൂടെയാണ് നിന്നത്? ദൈവത്തിന്റെ കൂടെയാണ് അബ്രഹാം നിന്നത്. ഇസഹാക്കും യാക്കോബും ആരുടെ കൂടെയാണ് നിന്നത്? ദൈവത്തിന്റെ കൂടെയാണ് നിന്നത്. പ്രൈസ് ഹല്ലേലൂയ. യോശുവയും കാലേബും ആരുടെ കൂടെയാണ് നിന്നത്? ദൈവത്തിന്റെ കൂടെയാണ് അവർ നിന്നത്. പ്രൈസ് ഹല്ലേലൂയ. യോശുവയും കാലേബും ദൈവത്തിന്റെ കൂടെ നിന്നത് എന്തിനു വേണ്ടിയാ? വാഗ്ദത്തം പ്രൈസ് ഹല്ലേലൂയ പ്രാപിക്കുന്നതിന് വേണ്ടിയാ, അല്ലയോ? എത്ര ശത്രുക്കൾ കടന്നു വന്നു, എത്ര രാജ്യങ്ങൾ അവരെ ആക്രമിക്കുവാൻ വന്നു, പക്ഷെ അവർ നിന്നത് ആരുടെ കൂടെയാ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചോദ്യം നിൽക്കുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നത് എന്താ? ആരുടെ കൂടെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു? ഇന്ന് പകൽക്കാലം ആ ഒരു കാര്യത്തിനകത്ത് ഉറപ്പും ധൈര്യവും നമ്മൾക്കുണ്ടാകണം. ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ, പ്രൈസ് ഹല്ലേലൂയ, സകലത്തെയും പണിയുവാൻ കഴിയുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ, എന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രു മറുവശത്ത് നിന്നാലും എൻ്റെ കൂടെ സകലത്തെയും സൃഷ്ടിച്ച ഹല്ലേലൂയ താരതമ്യം ഒന്നിനെയും കൊണ്ടും ചെയ്യുവാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാകണം. പ്രൈസ് ഹല്ലേലൂയ. ദാവീദും ജനവും ഹല്ലേലൂയ ഇസ്രായേൽ ജനവും ഒക്കെ ആരുടെ കൂടെ നിന്നത്? ദൈവത്തിന്റെ കൂടെയാണ് നിന്നത്. പ്രൈസ് ഹല്ലേലൂയ. നാബോത്ത് പിതാക്കന്മാരോട് ഹല്ലേലൂയ കൂടെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിന്റെ കൂടെയാണ് നാബോത്ത് നിന്നത്. പ്രൈസ് ഹല്ലേലൂയ. നെഹമ്യാവ് നിന്നത് ആരുടെ കൂടെയാ? നെഹമ്യാവ് മതിൽ പണിയുവാൻ ഹല്ലേലൂയ തീരുമാനിച്ചപ്പോൾ പ്രൈസ് ഹല്ലേലൂയ പലരും അവനെതിരെ നിന്നു, പക്ഷെ അവൻ നിന്നത് ആരുടെ കൂടെയാ? അവൻ ദൈവത്തിന്റെ കൂടെയാണ് നിന്നത്. പ്രൈസ് ഹല്ലേലൂയ. എസ്രയും സെരുബാബേലും ഹഗ്ഗായും സക്കരിയാവും ഇവരാരുടെ കൂടെയാണ് നിന്നത്? അവർ ദൈവത്തോടു കൂടെയാണ് നിന്നത്. പ്രൈസ് ഹല്ലേലൂയ.
അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരു വശത്ത് കിടന്നുകൊട്ടെ, പ്രതികൂലങ്ങൾ ഒരു വശത്തേക്ക് നിന്നുകൊള്ളട്ടെ, കഷ്ടതകൾ ഒരു വശത്ത് നിന്നുകൊള്ളട്ടെ, ശത്രു ഒരു വശത്ത് നിന്നുകൊള്ളട്ടെ. ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കണം, നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൻ്റെ കൂടെ നിന്നാൽ, പ്രൈസ് ദി ലോർഡ്, യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 7:7 എന്ന് വായിച്ചാട്ടെ. യെശയ്യാ 7:7. ഏഴാമത്തെ വാക്യം മാത്രം മതി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല. പദ്ധതികൾ പലതും ശത്രു ഒരുക്കി വെച്ചിരിക്കുക. എന്നാൽ ദൈവത്തിന് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നടക്കത്തില്ല. കാരണം എന്താ? അവർ നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? ദൈവത്തോട് കൂടെ നിന്നാൽ ശത്രുവിന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ ശത്രുവേ, നിന്റെ ഒരു കാര്യവും നടക്കത്തില്ല, നിന്റെ ഒരു പദ്ധതിയും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മോട് ചേർന്ന് ദൈവം നിൽക്കണമെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. സഭാപ്രസംഗി 8:3. ആമേൻ. ആദ്യത്തെ ഒന്നുകൂടെ വാക്യം. നീ അവന്റെ സന്നിധി വിട്ട് പോകുവാൻ ബന്ധപ്പെടരുത്. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ജനം, ഹല്ലേലൂയ, ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു ഭാഗ്യപദവി നമ്മൾ ലഭിക്കുമ്പോൾ, ദൈവം നമ്മോട് കൂടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടെങ്ങും നമ്മൾ എന്ത് ചെയ്യരുത്? പോകുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തുവാ? ആദ്യമേ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടു പോകുവാൻ നോക്കും, ഇല്ലയോ? ഒരു കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് കേൾക്കുവാൻ കഴിയുന്ന വചനം ഇതൊക്കെ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ്. ഒരു പ്രതിസന്ധി ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് കൂടെ നിൽക്കണമെങ്കിൽ, വാക്യം ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ സന്നിധി വിട്ടു പോകുവാൻ ഇടവരരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ ശോധനകൾ വരാം. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടു പോകുവാൻ ഇടവരരുത്. എങ്കിൽ മാത്രമേ ദൈവം നമ്മോട് കൂടെ നിൽക്കത്തുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതം ദൈവത്തിന് കൊണ്ടുപോകുവാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇല്ലയോ? നിൽക്കുക എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രൈസ്, ദൈവത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യപദവിയാണ്. ആ ഭാഗ്യ പദവി ലഭിക്കുന്ന ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 തെസ്സലോനിക്കർ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, നാം നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മൾ ജീവിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ആമേൻ, 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 ഹല്ലേലൂയ. എന്തുവാ? നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ്. അപ്പോൾ നിലനിൽക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? ജീവനുള്ളൂ. ഒരു നിലനിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാര്യത്തിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ പറ്റുമോ? അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനക്കാരൻ
ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുക, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് പൊരുതണം, എന്നോട് എനിക്ക് നീ പരിചയമാകണം, എനിക്ക് നീ പലകയായി നിന്റെ സഹായമായി എൻ്റെ കൂടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തു വേണമെന്നാണ് ഞാൻ പറഞ്ഞത്? നാം ദൈവത്തോട് കൂടെ നിൽക്കുവാനിടയാകണം. ദൈവം നമുക്ക് സഹായമാണ്. എത്ര സഹായം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം ബെനിഫിറ്റുകൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എണ്ണി 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 പറയുവാൻ പറ്റുമോ? ദൈവം നമുക്ക് ചെയ്തതാകുന്ന എത്ര നന്മകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമുക്കെല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം എത്രയെത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി, എത്രയെത്ര അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ സഹായമായി, പരിചയമായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മോട് എതിർക്കുന്നവരോട് ദൈവം എതിർക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നൊരവസ്ഥ. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് നമ്മെ വിശ്വാസഗോളത്തിൽ പിടിച്ചു നിർത്തുന്നത്. ഇതാണ് നമ്മൾക്ക് നിലനിൽക്കുവാൻ ഇടയാകുന്നത്. ഇതാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിലൂടെ ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുവാൻ ഇടയാകട്ടെ. ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷത്തോടെയും സുഗമമായും ഒന്നും നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കണ്ട. ജീവിതത്തിൽ പ്രതിസന്ധി വരും. പല വാദങ്ങൾ നമ്മൾക്ക് വേണ്ടി പലയിടങ്ങളിൽ നടക്കും. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവനോട് ഹല്ലേലൂയ നിൽക്കുന്നവൻ്റെ കാര്യത്തിൽ ദൈവമാണ് വാദം നടത്തുന്നത്. ദൈവത്തോട് കൂടെ നിൽക്കുവാൻ കഴിയുമ്പോൾ ദൈവം അവരോട് എന്ത് ചെയ്യും? പൊരുതുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്, ദൈവത്തിന് മുകളിലായിട്ട് യാതൊന്നുമില്ല. ദൈവത്തെക്കാൾ മറ്റ് യാതൊരു കാര്യത്തിനും ഒന്നിനും ദൈവത്തെക്കാൾ ഉപരിയായി ചെയ്യുവാൻ സാധ്യമല്ല. ദൈവമാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 10ാമത്തെ വാക്യം, യഹോവേ നിനക്ക് തുല്യൻ ആര്? ദൈവത്തിന് തുല്യനായിട്ട് ഒരു മനുഷ്യനുമില്ല, ഒരു സംഭവവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് സങ്കീർത്തനം 10ാമത്തെ വാക്യം, യഹോവേ നിനക്ക് തുല്യൻ ആര്? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് എളിയവനും ദരിദ്രനുമായ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ആമേൻ. നമ്മുടെ അസ്ഥികൾ സംസാരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ അസ്ഥികൾ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് ആഗ്രഹിച്ച ശത്രുക്കളിൽ നിന്നും വലിയൊരു രക്ഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 18ാമത്തെ വാക്യം, അടിയന്തരങ്ങളിൽ കോമാളിയായ വഷളന്മാരെ പോലെ അവരെൻ്റെ നേരെ പല്ല് കടിക്കുന്നു. നമ്മളെ പലരും വിചാരിച്ചിരിക്കുന്നത് എന്തുവാ? കോമാളികളെന്നാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊട്ടന്മാരെന്ന് പലരും പറയും, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പലരും ചോദിക്കും. എന്നാൽ ദൈവം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഹല്ലേലൂയ മനുഷ്യരുടെ ഹല്ലേലൂയ റിസൾട്ടോ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒന്നുമല്ല നമുക്ക് വേണ്ടുന്നത്. നമുക്ക് വേണ്ടുന്നത് എന്തുവാ? ദൈവത്തിൽ നിന്നുമുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ അറിയുന്നുവെങ്കിൽ അതിനപ്പുറമായി ജീവിതത്തിൽ ഒന്നുമില്ല. ഈ ലോകം നമ്മെ വഷളരെന്ന് എണ്ണിക്കോട്ടെ. ഈ ലോകം നമ്മളെ എന്തോന്ന് എണ്ണുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? പ്രൈസ് കോമാളിയായ വഷളന്മാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദിമ പിതാക്കന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് അവരൊക്കെ പറഞ്ഞത് എന്തുവാ? ഇത് ഭയങ്കര ഭൂലോക മണ്ടത്തരമാണെന്നാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി നിൽക്കുന്നത് വലിയ മണ്ടത്തരമാണെന്ന പിതാക്കന്മാരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചവരെ നോക്കി പറഞ്ഞത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വന്നതാകുന്ന വ്യത്യാസം കണ്ടപ്പോൾ മനസ്സിലായി, ഇവർ കണ്ടെത്തിയ ദൈവമെന്ന് പറയുന്നത് അവരുടെ ഹല്ലേലൂയ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 24ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ, അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. നമ്മെക്കുറിച്ച് സന്തോഷിക്കുവാൻ മറ്റുള്ളവരെ കർത്താവ് അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വീഴ്ചകൾ കണ്ട് സന്തോഷിക്കുവാൻ ആൾക്കാർ ഇരുന്നാലും അത് നടക്കത്തില്ല. നമ്മൾ വായിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ നടക്കത്തില്ല, സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവമെന്നും നമ്മളോട് പറയുവാനുള്ള ആലോചന. അതിന് അവസാനത്തെ വാക്യം, എൻ്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കണം, എന്നോട് പൊരുതുന്നവനോട് ദൈവം പൊരുതണം. കർത്താവേ, നീ എനിക്ക് പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി കർത്താവ് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മോട് വാദിക്കുന്നവരോട് കർത്താവ് വാദിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മോട് പൊരുതുന്നവരോട് കർത്താവ് പൊരുതുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എനിക്കൊരു പലകയാണ്, നീ എനിക്കൊരു പരിചയമായി, എനിക്ക് സഹായത്തിനായി കർത്താവേ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ എന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമ്മൾക്കും ആഗ്രഹിക്കുവാൻ ഹല്ലേലൂയ കഴിയുമോ? കർത്താവ്, എന്നോട് വാദിക്കുന്നവരോട് ദൈവമേ അങ്ങ് വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ദൈവം അറിയുന്നു, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ ചോദ്യം ഇതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. ഈ ചോദ്യമാണ് ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. നാം നിൽക്കുന്നത് എവിടെയാണ്? നാം എവിടെയാണ് നിൽക്കുന്നത്? നാം ഏതിലാണ് നിൽക്കുന്നത്? ആ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ നമ്മൾക്കുണ്ടാകുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് നമുക്ക് പലതിലേക്കും ഒരു പ്രവേശനം ലഭിക്കുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വഴികളൊക്കെ ഒരുപക്ഷെ പിശാച് അടച്ചു വെച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം പിശാച് എത്ര കെട്ടുറപ്പുള്ള അടച്ചാലും പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ നിൽക്കുന്നത് വിശ്വാസത്താലാണെന്നും ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തോടു കൂടെയാണെന്നും പ്രൈസ് ദി ലോർഡ് ഞാൻ ഏതിലാണ് നിൽക്കുന്നത്, ഞാൻ വിശ്വാസത്താലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ലഭിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമെന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വലിയ അനർത്ഥത്തിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദന, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവൻ്റെ ഹല്ലേലൂയ ശത്രുക്കളിൽ നിന്നൊക്കെയും വിടുതൽ കൊടുത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയവേദനകളിൽ, ഞങ്ങളുടെ ഹൃദയഭാരങ്ങളിൽ, ഞങ്ങളുടെ മനോദുഃഖത്തിൽ, ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടങ്ങളിൽ കർത്താവേ, ഞങ്ങൾക്ക് മുന്നമേ ചെന്ന് ഞങ്ങളുടെ വഴികളെയൊക്കെ തുറന്നു തന്ന് ഞങ്ങളെ സുഗമമായി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഇന്ന് പകൽക്കാലം നന്ദി അർപ്പിക്കുന്നു. കേൾക്കപ്പെട്ട നല്ല വചനത്തിനാടി സ്തോത്രം. അടിയനെയും ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി